ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ജി കെ വേൾഡ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആരിഫ അൻസാർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യ പുതുയുഗത്തിലേക്ക് എന്ന ഹിസ്റ്ററി പാഠഭാഗമായിരുന്നു. 7th സ്റ്റാൻഡേർഡിലെ 4ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ ഈ പാഠത്തിൽ നിന്ന് ഇന്ത്യയിലെ നവോത്ഥാന നായകന്മാരെക്കുറിച്ച് പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. നോക്കാം നമുക്ക് ബാക്കി ഈ പാഠത്തിൽ എന്തെല്ലാം വസ്തുതകളാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളതെന്ന്. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ രാജാ റാം മോഹൻ റോയ്, സ്വാമി ദയാനന്ദ സരസ്വതി, ജ്യോതിറാവ് ഫുലെ, പണ്ഡിത രമാഭായ് ഇവരെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ പാഠഭാഗത്ത് നമ്മൾ കാണാൻ പോകുന്നത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ മുതലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നോക്കുക, സർ സയ്യിദ് അഹമ്മദ് ഖാനെക്കുറിച്ച്. മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയ അഹമ്മദ് ഖാൻ മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്ഥാപിച്ചു. ഇതാണ് പിന്നീട് ചരിത്രപ്രസിദ്ധമായ അലിഗഡ് മുസ്ലിം സർവകലാശാലയായി മാറുന്നത്. മുസ്ലിം വിഭാഗത്തിൻ്റെ ഉന്നമനത്തിന് പാശ്ചാത്യ വിദ്യാഭ്യാസം അത്യാവശ്യമാണെന്ന് വിശ്വസിച്ച സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ശ്രദ്ധിക്കണം, മുസ്ലിം വിഭാഗത്തിൻ്റെ ഉന്നമനത്തിന് പാശ്ചാത്യ വിദ്യാഭ്യാസം അത്യാവശ്യമാണെന്ന് വിശ്വസിച്ച ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു സർ സയ്യിദ് അഹമ്മദ് ഖാൻ. കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മൾ പറയുകയുണ്ടായി, ഈ പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ആരും തന്നെ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് എതിരല്ലായിരുന്നു. പാശ്ചാത്യ വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് ഭാഷയിലുള്ള പ്രാവീണ്യം, ഇതിനൊക്കെ ഇവർ പ്രാധാന്യം കൊടുക്കുക തന്നെ ചെയ്തു. പക്ഷേ അവിടെ നിന്ന് കിട്ടിയ ആ നന്മകളും അവിടെ നിന്ന് ആർജിച്ച പുതിയ കരുത്തും അവരുപയോഗിച്ചത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയും ഇതേ പാശ്ചാത്യ ശക്തികളെ എതിർക്കുവാനും വേണ്ടിയാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഇന്ത്യയിലെ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ശ്രദ്ധിക്കണേ, ഇന്ത്യയിൽ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അപ്പോൾ അദ്ദേഹമാണ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് 1875 മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്ഥാപിക്കുന്നത്. ഈ മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജാണ് പിന്നീട് എന്തായി മാറുന്നത് എന്ന് പറഞ്ഞു? അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആയിട്ട് മാറുന്നത്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ആയിട്ട് മാറുന്നത്. അദ്ദേഹം സ്ഥാപിച്ച പരിഷ്കരണ പ്രസ്ഥാനമാണ് അലിഗഡ് പ്രസ്ഥാനം. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച പരിഷ്കരണ പ്രസ്ഥാനമാണ്. അലിഗഡ് സയൻറ്റിഫിക് സൊസൈറ്റി 1875 മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്ഥാപിക്കുന്നത്. അതിനു മുൻപേ തന്നെ, അതിനും ഏകദേശം 10-11 വർഷങ്ങൾക്ക് മുൻപേ 1864 അലിഗഡ് സയൻറ്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ചതും ആര് തന്നെയാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ തന്നെയാണ്. ഇപ്പോൾ അലിഗഡ് എന്നുള്ള വേർഡ് അദ്ദേഹവുമായി എത്രത്തോളം കണക്റ്റഡ് ആണ് നിങ്ങൾ മനസ്സിലാക്കുക. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ്റെ പ്രസ്ഥാനമാണ്. 1864 അലിഗഡ് സയൻറ്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. 1875 മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്ഥാപിക്കുന്നത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. ഇതേ മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജാണ് പിന്നീട് അലിഗഡ് മുസ്ലിം സർവകലാശാലയായിട്ട് മാറുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രസ്ഥാനം കൂടിയുണ്ട്, ഒരു സംഘടന, യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ. യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ 1888. ആ വർഷം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തുന്ന വർഷമാണ് 1888. 1888. ഈ 1888 എന്ന് പറയുന്ന വർഷത്തിൽ 1888 യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ എന്ന സംഘടന രൂപീകരിക്കുന്നത് ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് കിട്ടിയത്? 1864 അലിഗഡ് സയൻറ്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ചു. 1875 മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് സ്ഥാപിച്ചു. ഇത് പിന്നീട് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയായി. അലിഗഡ് പ്രസ്ഥാനം, ഈ അലിഗഡ് യൂണിവേഴ്സിറ്റി 1920 ആ രൂപത്തിലേക്ക് ആവുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് ഈ അലിഗഡ് പ്രസ്ഥാനം ഉയർന്നു വരുന്നത്. അപ്പോൾ അലിഗഡ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകൻ. ഇനി ഇതൊക്കെ കൂടാതെ 1888 യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ്റെ സ്ഥാപകനൊക്കെ ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. ഇന്ത്യൻ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. നോക്കാം, ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ വളരെയധികം ശ്രദ്ധേയമാണ്. ഹിന്ദുവും മുസ്ലിമും ഇന്ത്യയുടെ 2 കണ്ണുകളാണ്. ഹിന്ദുവും മുസ്ലിമും ഇന്ത്യയുടെ 2 കണ്ണുകളാണെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഒരു
ലക്ഷ്യമായിട്ട് മതേതരത്വത്തെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു വന്ന കാര്യങ്ങളാണ്. ഇനി നോക്കുക, ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ നോക്കുക. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് എന്തോ അഭിപ്രായപ്പെട്ടത്? ഹിന്ദുവും മുസ്ലിമും ഇന്ത്യയുടെ രണ്ട് കണ്ണുകളാണെന്ന് അഭിപ്രായപ്പെട്ടതും സർ സയ്യിദ് അഹമ്മദ് ഖാൻ തന്നെയാണ്. അപ്പോൾ മതേതരത്വം, ഹിന്ദു മുസ്ലിം ഐക്യം, പിന്നെ അലിഗഡ് പ്രസ്ഥാനം, യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ, മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ്, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, അലിഗഡ് സയൻറ്റിഫിക് സൊസൈറ്റി, സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ക്ലിയറായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത വ്യക്തിയെക്കുറിച്ച് നോക്കാം. സ്വാമി വിവേകാനന്ദൻ. ജാതീയമായ ഉച്ചനീചത്വങ്ങളെ എതിർക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത പരിഷ്കർത്താവായിരുന്നു സ്വാമി വിവേകാനന്ദൻ. നോക്കുക, എന്തിനാണ് അദ്ദേഹം ഊന്നൽ കൊടുത്തത്? വിശ്വസാഹോദര്യത്തിന് ഊന്നൽ കൊടുത്ത് അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെട്ടു: മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ. ആരുടെ വാക്കുകളാണ്? സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകളാണ്. മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ. അപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസനായിരുന്നു സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു. അപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസൻ ആരുടെ ഗുരുവായിരുന്നു? സ്വാമി വിവേകാനന്ദൻ്റെ ഗുരുവായിരുന്നു. നമുക്കറിയാവുന്ന വിവരങ്ങളാണ്. രാമകൃഷ്ണ മിഷൻ, ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ ശിഷ്യനായ സ്വാമി വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിക്കുന്നത്. ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ ആശയങ്ങളായിരുന്നു അദ്ദേഹം പ്രചരിപ്പിച്ചത്. അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് ഏത്? ഈ പറഞ്ഞ രാമകൃഷ്ണ മിഷൻ. ഇപ്പോൾ രാമകൃഷ്ണ മിഷൻ ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായിട്ട് സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച സംഘടനയാണ്. ഈ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ രാജ്യത്തുടനീളം ഒരുപാട് വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ഇന്ത്യക്കാരിൽ ദേശീയ ബോധവും ആത്മാഭിമാനവും ഉണർത്തുന്നതിൽ വിവേകാനന്ദൻ്റെ പ്രവർത്തനങ്ങൾ പ്രധാന പങ്കുവഹിച്ചു. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും വിസ്മരിക്കാനാകാത്തൊരു കാര്യമാണ് 1893 സെപ്റ്റംബർ 11. PSC പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. 1893 സെപ്റ്റംബർ 11. എന്താണ് പ്രത്യേകത? ചിക്കാഗോയിലെ സർവ്വമത സമ്മേളനം. ചിക്കാഗോയിലെ സർവ്വമത സമ്മേളനത്തിൽ പ്രസംഗിച്ച ഭാരതീയനാണ് ആര്? സ്വാമി വിവേകാനന്ദൻ. 1893 സെപ്റ്റംബർ 11 ചിക്കാഗോയിലെ ഏറ്റവും പ്രശസ്തമായ ചിക്കാഗോ സ്പീച്ച് അദ്ദേഹം ഡെലിവർ ചെയ്തിരിക്കുന്നത്. 1893 സെപ്റ്റംബർ 11 സർവ്വമത സമ്മേളനത്തിൽ വെച്ച് ആരാണ് പ്രസംഗിച്ചത്? സ്വാമി വിവേകാനന്ദൻ. 1899 1900 കാലയളവിൽ പാരീസ് റിലീജിയസ് കോൺഗ്രസിൽ പങ്കെടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ്. 1899 1900 കാലയളവിൽ പാരീസ് റിലീജിയസ് കോൺഗ്രസിൽ പങ്കെടുത്ത ഇന്ത്യൻ സാമൂഹിക പരിഷ്കർത്താവും ആര് തന്നെയാണ്? നമ്മുടെ സ്വാമി വിവേകാനന്ദൻ തന്നെയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ഓർത്ത് വെക്കേണ്ടതാണ്. ഇംഗ്ലീഷിൽ അദ്ദേഹം ഇറക്കിയ പത്രമാണ് പ്രബുദ്ധ ഭാരതം. ഇംഗ്ലീഷ് ഭാഷയിൽ അദ്ദേഹം പുറത്തിറക്കിയ പത്രമാണ് പ്രബുദ്ധ ഭാരതം. അതുപോലെ ബംഗാളി ഭാഷയിൽ സ്വാമി വിവേകാനന്ദൻ പുറത്തിറക്കിയ പത്രമാണ് ഉദ്ബോധനം. ബംഗാളി ഭാഷയിൽ സ്വാമി വിവേകാനന്ദൻ പുറത്തിറക്കിയ പത്രമാണ് ഏത്? ഉദ്ബോധനം. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ നിന്ന്, അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയ സംഗതി എന്ന് പറഞ്ഞാൽ, ജാതിക്കും മതത്തിനും അതീതമായി മാനവികതയിൽ ഊന്നിക്കൊണ്ടുള്ള വിശ്വസാഹോദര്യം എന്ന കാഴ്ചപ്പാട് ഇന്ത്യക്കാരിൽ വളർത്തിയെടുക്കുവാൻ ഈ സാമൂഹ്യ പരിഷ്കർത്താക്കൾക്ക് കഴിഞ്ഞു. എല്ലാ പരിഷ്കർത്താക്കളും വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞു. അപ്പോൾ അതെപ്പോഴും ഓർമ്മയിൽ വേണം. എല്ലാ സാമൂഹ്യ പരിഷ്കർത്താക്കളും വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞു. അവർ പുതിയ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. ഇത് ഇന്ത്യയിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക് കാരണമായി. പരിഷ്കർത്താക്കൾ ഇന്ത്യയുടെ പൈതൃകത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. അപ്പോൾ ശ്രദ്ധിക്കണം, പാശ്ചാത്യ വിദ്യാഭ്യാസത്തെ അനുകൂലിക്കുമ്പോഴും ഇന്ത്യയുടെ പൈതൃകത്തെ കൈവെടിയുവാൻ അവർ തയ്യാറായിരുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ സ്വന്തം രാജ്യത്തെക്കുറിച്ചുള്ള അഭിമാനബോധവും ആത്മവിശ്വാസവും ഒക്കെ ഇന്ത്യക്കാരിൽ വളർത്തുവാനായിട്ട് ഈ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ധാരാളം പ്രയത്നിച്ചു. അപ്പോൾ ഇങ്ങനെ ഇന്ത്യൻ ജനതയിലൊരു പുതിയ ഉണർവ് സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള പോയിന്റ് നമുക്ക് നോക്കാം. ദേശീയ ബോധം, എങ്ങനെയാണ് ഇവർ ഒരു ദേശീയ ബോധം ഇന്ത്യക്കാരിൽ വളർത്തിയത്? അപ്പോൾ ആ ദേശീയ ബോധവുമായിട്ട് ബന്ധപ്പെട്ട ആ പോയിൻറ്റ്സ്, ആ ബുള്ളറ്റ് ഡേറ്റ ആയതുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ടൊന്ന് ശ്രദ്ധിക്കണം. കാരണം തീർച്ചയായിട്ടും നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനൊക്കെ സാധ്യതയുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ നോക്കുക, ഇന്ത്യയിൽ രൂപപ്പെട്ട രാഷ്ട്രീയ സാമ്പത്തിക സാഹചര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കുക.
ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ കീഴ്പ്പെടുത്തി ഒറ്റ ഭരണത്തിന് കീഴിലാക്കി രാഷ്ട്രീയമായി ഇന്ത്യയെ ഏകീകരിച്ചു. അപ്പോൾ ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ കീഴ്പ്പെടുത്തി ഒറ്റ ഭരണത്തിന് കീഴിലാക്കി രാഷ്ട്രീയമായി ഇന്ത്യയെ ഏകീകരിച്ചു. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ചൂഷണം ഇന്ത്യക്കാരിൽ പൊതുവെ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം വളർത്തി. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനവും ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങളുടെ വളർച്ചയും വിവിധ ജനവിഭാഗങ്ങളെ ഒരുമിപ്പിച്ചു. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്തുവാനായിട്ട് ബ്രിട്ടീഷുകാർ സ്വീകരിച്ച മാർഗം ഇന്ത്യയിലെ ജനങ്ങളെ ഒന്നിപ്പിക്കുവാനും ഒരു രാജ്യത്തിൽ ഉൾപ്പെട്ടവരാണെന്നുള്ള ബോധം ഉണ്ടാക്കുവാനും സഹായിച്ചു. അപ്പോൾ ഇതാണ് സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ പ്രവർത്തനങ്ങൾക്ക് ശേഷം ഇന്ത്യയിലുണ്ടായിരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ കീഴ്പ്പെടുത്തി ഒറ്റ ഭരണത്തിന് കീഴിലാക്കി രാഷ്ട്രീയമായി ഇന്ത്യയെ ഏകീകരിച്ചു. ബ്രിട്ടീഷ് ഗവൺമെൻറ് സാമ്പത്തിക ചൂഷണം ഇന്ത്യക്കാരിൽ പൊതുവെ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം വളർത്തി. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനവും ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങളുടെ വളർച്ചയും വിവിധ ജനവിഭാഗങ്ങളെ ഒരുമിപ്പിക്കുവാനായിട്ട് ഇടയായി. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്തുവാനായിട്ട് ബ്രിട്ടീഷുകാർ സ്വീകരിച്ച മാർഗമെന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങളെ ഒന്നിപ്പിക്കുവാനും ഒരു രാജ്യത്തിൽ ഉൾപ്പെട്ടവരാണെന്നുള്ള ബോധം ഉണ്ടാക്കുവാനും അവരെ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ട് എത്തിച്ചു എന്ന് വേണം പറയുവാനായിട്ട്. അപ്പോൾ അങ്ങനെ ഇന്ത്യക്കാരെല്ലാം ഒറ്റ ജനതയാണുള്ള ബോധം ഉളവാക്കുവാനായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്കാണ് ഈ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ പ്രവർത്തനവും അതിനെതിരായിട്ടുള്ള ബ്രിട്ടീഷ് അടിച്ചമർത്തലും അതിനെ തുടർന്ന് ജനങ്ങളുടെ ഒറ്റക്കെട്ടായിട്ടുള്ള ആ ഒരു പ്രതിഷേധവുമൊക്കെ ആ ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്ത്യയെ കൊണ്ട് എത്തിച്ചത്. അങ്ങനെ മതപരവും ഭാഷാപരവും പ്രാദേശികവുമായ എല്ലാ വൈവിധ്യങ്ങൾക്കും അപ്പുറം എല്ലാ ഇന്ത്യക്കാരും ഒന്നാണെന്നുള്ള ആ ബോധത്തെയാണ് നമ്മൾ ഇന്ത്യൻ ദേശീയത എന്ന് വിളിച്ചതും. ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമായ അക്കാദമിയിൽ വരാനിരിക്കുന്ന എല്ലാ PSC പരീക്ഷകൾക്കുമായിട്ട് പുതിയ ബാച്ച് കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും മികച്ച അധ്യാപകർ നയിക്കുന്ന വിവിധ ബാച്ച് കോഴ്സുകൾ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിലെ ഫീസ് റിഡക്ഷൻ നമ്മുടെ ഷാഫി സാറിൻ്റെ കോഡായിട്ടുള്ള ഷാഫി ഐ എന്ന കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീസ് റിഡക്ഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ക്രെഡിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ധാരാളം കോഴ്സുകൾ നിങ്ങൾക്കിപ്പോൾ ഓപ്പൺ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഡീറ്റെയിൽസിനായിട്ട് ഷാഫി സാറിൻ്റെ നമ്പറിൽ ബന്ധപ്പെടുകയോ അതുപോലെ അദ്ദേഹത്തിൻ്റെ കോഡ് ഉപയോഗിച്ച് ആ സൗകര്യം ആ ഫീസ് റിഡക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ കോഴ്സിൽ എൻറോൾ ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങളെ സഹായിക്കുവാനായിട്ട് മുൻനിര അധ്യാപകരുടെ ശ്രേണി തന്നെയാണ് നമ്മുടെ കോഴ്സുകളിൽ ഒരുക്കിയിരിക്കുന്നത്. ഈ അവസരങ്ങൾ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ പഠനത്തിൽ ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ഒരുപാട് സഹായകമാകും. ഓക്കെ, നോക്കാം നമുക്ക്. ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചാണ് അടുത്ത ഭാഗത്ത് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതിയിലെ ചില വാക്കുകളാണ് നമുക്ക് വായിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിലെ പർവ്വതങ്ങളും നദികളും വനങ്ങളും നമുക്ക് ഭക്ഷണം തരുന്ന വിശാലങ്ങളായ വയലുകളും എല്ലാം നമുക്ക് പ്രിയപ്പെട്ടവ തന്നെ എന്ന് തുടങ്ങുന്ന വരികൾ അവസാനിക്കുന്നത് എങ്ങനെയാണ്? ഒരു വമ്പിച്ച കണ്ടുപിടുത്തം സാധിച്ചാലത്തെ പോലെ അവരുടെ കണ്ണുകൾ പ്രകാശിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ ജനതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ വാക്കുകൾ ഇവിടെ നമുക്ക് വായിക്കുവാനായിട്ട് അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഭാരതമാതാവ് ജവഹർലാൽ നെഹ്റു ഭാരതമാതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണെന്ന് ഈ ഒരു ബോക്സിൽ നമുക്ക് വ്യക്തമാണ്. ആരെയാണ് ജവഹർലാൽ നെഹ്റു ഭാരതമാതാവ് എന്ന് വിശേഷിപ്പിച്ചത്? ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന ജനതയെയാണ് ജവഹർലാൽ നെഹ്റു ഭാരതമാതാവ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ജവഹർലാൽ നെഹ്റു തൻ്റെ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതിയിൽ ഭാരതമാതാവ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെയാണ്? ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന ജനതയെയാണ് ഭാരതമാതാവ് എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു പോയിൻ്റാണ്, വാലിഡായിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മറക്കരുത്. ഭാരതമാതാവ് എന്ന് ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ കണ്ടെത്തൽ എന്ന തൻ്റെ കൃതിയിൽ ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? അത് ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന ജനതയെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന കാര്യം ഓർമ്മിക്കുക. ഇനി നോക്കുക, ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച സാഹിത്യകാരന്മാരെ കുറിച്ചൊരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ, മുഹമ്മദ് ഇക്ബാൽ, ലക്ഷ്മിനാഥ് ബെസ്ബർവ, അൽതാഫ് ഹുസൈൻ. ആരൊക്കെയാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ, മുഹമ്മദ് ഇക്ബാൽ, ലക്ഷ്മിനാഥ് ബെസ്ബർവ, അൽതാഫ് ഹുസൈൻ. ഇവരൊക്കെ തന്നെ ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച സാഹിത്യകാരന്മാരാണ്. അപ്പോൾ ഇത്തരത്തിൽ ദേശീയബോധം വളർന്നതോടുകൂടി ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചനം നേടുവാനായിട്ട് ഇന്ത്യക്കാർ കൂടുതൽ ആഞ്ഞ് ശ്രമിക്കുവാനായിട്ട് തുടങ്ങി.
അത്തരത്തിലുള്ള ശ്രമങ്ങളുടെ ഫലമായിട്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇന്ത്യയിൽ ഉടലെടുക്കുവാൻ തുടങ്ങുന്നത്. അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണല്ലേ. അപ്പോൾ സംഘടനകളുടെ രൂപീകരണത്തിലേക്ക് ഇന്ത്യക്കാരുടെ ദേശീയമായ ഉണർവ് വഴിതെളിക്കുകയാണ്. ഇന്ത്യക്കാർക്കിടയിലുണ്ടായ ഉണർവിൻ്റെ ഫലമായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പ്രാദേശിക സംഘടനകൾ രൂപം കൊണ്ടു. മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂന സാർവജനിക് സഭ, ഇന്ത്യൻ അസോസിയേഷൻ തുടങ്ങിയവ അവയിൽ ചിലതാണ്. എന്നാൽ ഇവയെല്ലാം തന്നെ പ്രാദേശിക ആവശ്യങ്ങൾക്കായിരുന്നു മുൻഗണന നൽകിയിരുന്നത്. അങ്ങനെയാണ് ദേശീയ തലത്തിൽ ഒരു സംഘടന രൂപീകരിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത ഉയർന്നു വരുന്നത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെടുന്നതിന് മുൻപ് ഇന്ത്യയിൽ ഒരുപാട് സംഘടനകൾ വന്നു അല്ലേ. അതിൽ ചിലതാണ് ഇവിടെ എടുത്തു പറയുന്നത്. ഏതൊക്കെയാണ്? മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂന സാർവജനിക് സഭ, ഇന്ത്യൻ അസോസിയേഷൻ. അപ്പം സുരേന്ദ്രനാഥ് ബാനർജിയുടെ ഇന്ത്യൻ അസോസിയേഷൻ നിങ്ങൾ ഓർക്കണം. മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂന സാർവജനിക് സഭ, ഇന്ത്യൻ അസോസിയേഷൻ ഇതൊക്കെ തന്നെ INCയുടെ രൂപീകരണത്തിന് മുൻപ് ഇന്ത്യയിൽ ഉടലെടുത്ത സംഘടനകളാണ്. പക്ഷേ ഇതൊക്കെ പ്രാദേശികമായ സംഘടനകളായതുകൊണ്ട് ഓൾ ഇന്ത്യ തലത്തിൽ, അഖിലേന്ത്യാ തലത്തിൽ ഒരു പുതിയൊരു സംഘടന വേണമെന്നുള്ള ആവശ്യം ശക്തമാവുകയും അങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 ഡിസംബർ 28 സ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 ഡിസംബർ 28 സ്ഥാപിക്കപ്പെട്ടു. അപ്പോൾ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് കുറച്ചധികം തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് തന്നെ പഠിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതിലൂടെയാണ് കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞിട്ട് വേണം അടുത്തടുത്ത ക്ലാസ്സുകൾ നമുക്ക് ഏത് രീതിയിൽ നിങ്ങൾക്ക് തരണമെന്നൊക്കെ ചിന്തിക്കുവാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ ഇല്ലയോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സുകളിൽ വീണ്ടും കാണാം. താങ്ക്